വാട്സപ്പ് ഗൈസ്, ദിസ് ഈസ് ആനങ്കോടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളപ്പിശാലയുള്ള കടുമ്പൂ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഗൈസ്, ഇതാണ് സ്ഥലം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. രാവിലെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം. ഞാൻ തിരക്കൊഴിവാക്കാൻ വേണ്ടിയാണ് ഈ നേരത്ത് വന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെയിലൊന്നും കാണുമല്ലോ, പക്ഷെ അവിടെ തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കിട്ടുക. ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. വൈകിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം, അത്രേ ഉള്ളൂ. എടുത്തു പറയാൻ വേണ്ടിയൊന്നുമില്ല. നല്ല വ്യൂ ഉണ്ട് കാണാൻ. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാറൊക്കെ അവിടെ ഇടാൻ പറ്റും. കാറും പാർക്ക് ചെയ്ത് സൺസെറ്റോ സൺറൈസോ ഒക്കെ കാണാനാണെങ്കിൽ കൊള്ളാം. അല്ലാതെ വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. വലിയ സംഭവമല്ല, ജസ്റ്റ് ഫാമിലിയായിട്ടൊക്കെ വന്ന് വെറുതെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വലുതായിട്ടൊന്നുമില്ല. നല്ല വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റും. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഇരിക്കാൻ. കാർ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട്, ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അടിപൊളി. അവിടുത്തെ സ്കൈ ആണ് സെറ്റ്. ഇവിടെ താഴോട്ടുള്ള വ്യൂ ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. തീരെ ചെറിയ വീഡിയോ ആയിപ്പോയി. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലം ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. ഒരുപാട് സ്പേസ് ഉണ്ട്. വാച്ച് ടവർ പോലെ എന്തോ ഉണ്ട്. മിക്കവാറും രാവിലെ ഇവിടെ വരാൻ അടിപൊളിയായിരിക്കും. രാവിലെ സൺറൈസൊക്കെ കാണാൻ കിടിലുമായിരിക്കും. സിറ്റിയൊക്കെ ഏതാണ്ട് കാണാം. അതാണെന്ന് തോന്നുന്നു ശാസ്താംപാറ. പറ്റിയ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശാസ്താംപാറയിലോട്ട് പോകും. അപ്പോൾ കടുമ്പൂപ്പാറ ഇത്രയേ ഉള്ളൂ. പറ്റിയ അടുത്ത ശാസ്താംപാറ നോക്കിയിട്ട് വരാം. ശാസ്താംപാറ പോയി കയറിയിട്ട് വരാം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ഇതിൽ വെച്ച് നിർത്തുകയാണ്. ശാസ്താംപാറ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ടാണ്. രണ്ടും കൂടെ മിക്സ് ആക്കണില്ല. ഈ വീഡിയോ ശാസ്താംപാറ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എന്തായാലും ഒന്ന് പറഞ്ഞിരിക്കാമെന്ന് വെച്ചു. വരുന്ന വഴിക്ക് പൂജപ്പുര വഴിയാണ് വന്നത്. അവിടെ ഈ കാവടിയൊക്കെ പരിപാടികൾ കഴിഞ്ഞ് നടക്കുകയായിരുന്നു. ഈ ഉത്സവത്തിനൊന്നും ഞാൻ പോകാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഈ റോളിറക്കാൻ വേണ്ടി കുറേവന്മാർ കാണും. മാതിരി കാവ്യ മുണ്ട് കൊടുത്ത് കഴുത്തിലൊരു തോർത്തും ചുറ്റി റോഡിൽ കൂടെ നടക്കും. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഷോയാണ് കാണാൻ വയ്യാത്ത. ഇത് ഇവിടെ നിന്നല്ല, എല്ലാ കോവിലുകളിലുള്ള ഒരു ഷോ പരിപാടിയാണ്. ഞാൻ ആരോ ആണെന്നുള്ളൊരു ഭാവത്തിൽ മറ്റേ അഭിനയം കഴിഞ്ഞ് വന്നതിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. വായൊക്കെ പൊത്ത് കയറിയുള്ള അഭിനയങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഈ ആറ്റിറ്റ്യൂഡാണ് ഈ കാണിക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡൊക്കെ വിശ്വാസികളൊക്കെ കാണുമ്പം വലിയ സംഭവമായിരിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് അത് വലിയ സംഭവമല്ല. എനിക്കൊരു ഇറിറ്റേഷൻ പറയണമെന്ന് തോന്നി പറഞ്ഞു. അല്ലാതെ ഹെയ്റ്റായിട്ട് പറയാൻ വേണ്ടിയൊന്നും വന്നതല്ല. ചെയ്യണവർ ചെയ്യട്ടെ, എനിക്ക് ഇറിറ്റേറ്റഡായി, അത്രയേ ഉള്ളൂ. പബ്ലിക്കിൽ നിന്ന് കാണിക്കുമ്പോൾ അത് എല്ലാവരും കാണുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങൾ വിശ്വാസികളെ പോലെ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ പറയുമെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ അഭിനയിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എതിർപ്പുള്ളത് ഞാൻ പറയും. പറഞ്ഞ് അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഓക്കെ.